ദേശീയ ജനാധിപത്യ സഖ്യം ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളതായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച കാര്യം. നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം വികസനത്തിനായി കേരളം വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളം സ്വീകരിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായ വിജയം തൃശ്ശൂരിൽ നേടി. ബാക്കി 19 മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉണ്ടായിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെയും NDA സ്ഥാനാർത്ഥികളുടെയും വോട്ടുകളിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഏതാണ്ട് 20% വോട്ടുകളിലേക്ക് വരാൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ഒരു കാരണവശാലും BJPക്ക് ജയിക്കാൻ കഴിയില്ല. ഇത് കേരളമാണ്. BJPക്ക് ബാലികേറാമലയാണ്. രാജ്യത്ത് എവിടെ ജയിച്ചാലും കേരളത്തിൽ BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിരന്തരമായ പ്രചാരവേലയാണ് ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ നേമത്ത് ഞങ്ങളുടെ സീറ്റിൽ പരാജയം സംഭവിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് BJPയുടെ അക്കൗണ്ട് ഞാൻ പൂട്ടിച്ചിരിക്കുന്നു. അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അത്രയും പരസ്പര ബഹുമാനമില്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നാട്ടിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും ഇതാദ്യമായി ഒരു താമര ഡൽഹിയിൽ തിരിച്ചടി ഉണ്ടെങ്കിലും കേരളത്തിൽ ഒരു സീറ്റ് എന്നത് BJPക്ക് കേരളത്തിൽ പറഞ്ഞു നിൽക്കാവുന്ന ഒരു സംഗതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.